നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ഡയപ്പർ സാനിറ്ററി മാലിന്യ നിർമ്മാർജ്ജനത്തിന് നിലമ്പൂർ നഗരസഭ ആക്രി കൈകോർക്കുന്നു. ഇത് സംബന്ധിച്ച കരാറിൽ മുനിസിപ്പൽ സെക്രട്ടറി ഒപ്പുവെച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. 60 വർഷത്തെ കാത്തിരിപ്പിന് ഫലമായി പണപ്പൊയിൽ പെരുമുണ്ട നഗറിലെ 30 കുടുംബങ്ങൾക്ക് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കും. നടപടി നവകേരള സദസ്സിൽ CPM ചാലിയാർ ലോക്കൽ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന്. കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി വയോധികന് പരിക്ക്. കേരളായി മുണ്ടക്കടവ് നഗറിലെ ശങ്കരൻ എന്ന 60-കാരനാണ് കരടിയുടെ കടിയേറ്റത്. ചുങ്കത്തറയിലെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് അഡീഷണൽ യൂണിറ്റും ഡയാലിസിസ് RO പ്ലാന്റും പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരി നിൽക്കുകയായിരുന്ന ആദിവാസി കുഞ്ഞ് മരിച്ച നിലയിൽ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. ഡയപ്പർ സാനിറ്ററി മാലിന്യ നിർമ്മാർജ്ജനത്തിന് നിലമ്പൂർ നഗരസഭ ആക്രി ആപ്പുമായി കൈകോർക്കുന്നു. ഇതു സംബന്ധിച്ച കരാറിൽ മുനിസിപ്പൽ സെക്രട്ടറി ഒപ്പുവെച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ വരുമ്പോൾ നാലോ അഞ്ചോ ഹരിത സേനാംഗങ്ങളാണ് ഈ 33 വാർഡുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു വരുന്നത്. ഇപ്പോൾ നമുക്ക് 66 77 അംഗങ്ങളായി നമുക്ക് ഉയർത്താൻ കഴിയും. അതിലുപരി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് 1 രൂപ പോലും വാങ്ങാതെ ബയോബിൻ നമ്മൾ വിതരണം ചെയ്തു. ഏകദേശം 35-40% വീടുകളിൽ നമ്മൾ ബയോബിൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇനി ബാലൻസ് കൂടി നമ്മൾ കൊടുത്തു തീർക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ഈ പേടുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് നമ്മുടെ മുനിസിപ്പാലിറ്റി. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ ശബരീച്ചൻ നന്ദി രേഖപ്പെടുത്തി. ആക്രി പ്രതിനിധികൾ, നഗരസഭാ കൌൺസിലർമാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, പാലിയേറ്റീവ് പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആക്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സേവനത്തിനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീടുകളിലെത്തി ഡയപ്പർ സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംവിധാനമാണ് ഇത്. 0803140548 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും 7591911110 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയും സേവനത്തിനായി ബുക്ക് ചെയ്യാവുന്നതാണ്. ആക്രി ആപ്പിന്റെ സഹായത്തോടെ നിലമ്പൂർ നഗരസഭയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്നുള്ള ഡയപ്പർ സാനിറ്ററി മാലിന്യങ്ങൾ സമയബന്ധിതമായി ശേഖരിക്കുകയും പരിസ്ഥിതി സൗഹാർദ്ദമായി സംസ്കരിക്കുകയും ചെയ്യുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. 60 വർഷത്തെ കാത്തിരിപ്പിന് ഫലമായി. പണപ്പൊയിൽ പെരുമുണ്ട നഗറിലെ 30 കുടുംബങ്ങൾക്ക് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കും. നടപടി നവകേരള സദസ്സിൽ CPM ചാലിയാർ ലോക്കൽ കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന്. പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ മിച്ചഭൂമി വിഷയങ്ങളിലും CPM ഇടപെടൽ നടത്തും. നിലമ്പൂർ പ്ലസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് CPM നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം വില്ലേജിൽ സർവേ നമ്പർ 92 8 ഏക്കർ 68 സെന്റ് ഭൂമി ഉച്ചഭൂമി അത് ഉച്ചഭൂമിയായി നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വെട്ടിക്കോട് ബാലകൃഷ്ണൻ നായരുടെ ഉടമസ്ഥതയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് മിച്ചഭൂമിയായി സർക്കാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ പാർട്ടി CPIM എന്നുള്ളതായിരിക്കും അവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ളതായിരിക്കും ഞങ്ങളെല്ലാവരും പരാതി കൊടുത്തിരുന്നു. കാരണം അവിടെ കൈവശക്കാരായിട്ടുള്ള 30 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഭൂമിക്കൊരു രേഖയോ മറ്റോ ഒന്നുമില്ലായിരുന്നു. നമുക്കറിയാം, അതിൻ്റെ
കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം വീടുണ്ട്, അതുപോലെ തന്നെ കൃഷിയിടമുണ്ട്, അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ ആ പ്രദേശത്ത് ഉച്ചഭൂമിയായി കണ്ടതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ നികുതി അടക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. 10-60 വർഷക്കാലമായി അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവരുടെ ഭൂമിക്ക് രേഖ ഉണ്ടാകണം, പട്ടയം അനുവദിക്കണമെന്നുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അനുഭാവപൂർവ്വമാണ് പരിഗണിച്ചത്. അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെയുള്ള 6 ST കുടുംബങ്ങൾ, അതുപോലെ തന്നെ SC കുടുംബങ്ങളായിട്ടുള്ള 15 പേർ, 9 ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അങ്ങനെ 30 കുടുംബങ്ങൾക്കാണ് പട്ടയം അനുവദിക്കുന്നതിന് വേണ്ടി ഫോം 18 പൂർത്തീകരിച്ച് അതിൻ്റെ പണം അടച്ച് നാളെ മലപ്പുറം കലക്ട്രേറ്റിൽ വെച്ചുകൊണ്ട് ഇവർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. അകമ്പാടം വില്ലേജിൽ സർവേ നമ്പർ 92 ഉൾപ്പെട്ട 8.68 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന 30 കുടുംബങ്ങൾക്കാണ് നാളെ സ്വന്തമായി തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുക. ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ഇവർ പട്ടയങ്ങൾ ഏറ്റുവാങ്ങും. തങ്ങളുടെ ഭൂമിക്ക് സ്വന്തമായി പട്ടയമില്ലാത്തതിന്റെ ദുരിതം കുടുംബങ്ങൾ CPM നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തങ്ങൾ ഇക്കാര്യത്തിൽ ഗൌരവമായ ഇടപെടൽ നടത്തിയതെന്നും CPM നേതാക്കൾ പറഞ്ഞു. 6 ST കുടുംബങ്ങൾക്കും 15 SC കുടുംബങ്ങൾക്കും ജനറൽ വിഭാഗത്തിലെ 9 കുടുംബാംഗങ്ങൾക്കുമാണ് നാളെ തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുക. നവകേരള സദസ്സിൽ പരാതി നൽകിയാൽ നടപടി ഉണ്ടാകില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിതെന്നും നേതാക്കൾ പറഞ്ഞു. വെട്ടിക്കോട്ട് ബാലകൃഷ്ണൻ നായർ പതിച്ചു നൽകിയ ഭൂമിയാണിത്. ഈ സ്ഥലത്തിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയതും കാലതാമസം വരുത്തി. നവകേരള സദസ്സിൽ പരാതി നൽകിയതോടെ നടപടികൾ വേഗത്തിലായി. വളരെ പെട്ടെന്ന് നടപടിയുണ്ടായി. പണപ്പൊയിൽ നഗറിലുള്ള 90 സെന്റ് വരുന്ന കായിക മൈതാനത്തിന്റെ പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇടിവണ്ണ പാറേക്കാട് ഭാഗത്ത് 19 കുടുംബങ്ങളെ മിച്ചഭൂമി ലിസ്റ്റിലാക്കിയ നടപടികൾ നീക്കിവരികയാണെന്നും അടുത്ത മാസത്തോടെ ഇവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും വില നൽകി വാങ്ങിയ അവരുടെ ഭൂമികൾ മിച്ചഭൂമി പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സഹിൽ അക്കമ്പാടം, CPM ചാലിയാർ ലോക്കൽ സെക്രട്ടറി M വിശ്വനാഥൻ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഉസ്മാൻ, M വിശ്വനാഥൻ, M സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി വയോധികന് പരിക്ക്. കരുളായി മുണ്ടക്കടവ് നഗറിലെ ശങ്കരൻ എന്ന 60-കാരനാണ് കരടിയുടെ കടിയേറ്റത്. അത് കാട്ടുകൂടം മരുന്ന് പറിക്കാൻ വേണ്ടി പോയപ്പോ കരടി വന്ന് മൂപ്പരെ കണ്ടിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ കരടി വന്ന് തള്ളി മറിച്ചിട്ടാണ് കരടി ഉപദ്രവിച്ചത്. മൂപ്പരെ കയ്യിന് പിന്നെ കരടി വന്ന് തള്ളിയപ്പോ കുറ്റിക്ക് അടിച്ചതിന് കാലൊക്കെ മുറിവാണ്. നമ്മള് മിഷിൻകോരി കരുളായി റേഞ്ച്. ഇവിടെ ഞാന് പിന്നെ എൻ്റെ ഒരു കാരണവരുണ്ടായിന്, പിന്നെ അച്ഛനുണ്ടായിന്. അങ്ങനെ 3 ആള് പോയപ്പോഴാണ് വന്നത്. നെടുങ്കയം മുണ്ടക്കടവ് ഭാഗത്ത് പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിലാണ് സംഭവം. ബന്ധുക്കളായ രമേശ്, മധു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കരടി ശങ്കരന്റെ മുകളിലേക്ക് ചാടിക്കയറി കഴുത്തിന് പിടിക്കുന്നത് തടഞ്ഞതോടെയാണ് ശങ്കരന്റെ കൈകളിൽ കടിച്ചത്. തുടർന്ന് കരടിയെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുകയും നിലവിളിക്കുകയും ചെയ്തതോടെ കരടി ഓടി മറിഞ്ഞു. 3 ഭാഗങ്ങളിലാണ് ഇവർ പച്ചമരുന്ന് ശേഖരിച്ചത്. മരുന്ന് തെരഞ്ഞു പോയ കാട്ടുമരുന്ന് പറിക്കാൻ പോയതന്നെ കരടി ബേക്കിൽ കൂടി വന്നു കണ്ട് തല്ലിട്ട്. മക്കാര് 2 ആള് വിട്ട് കുറെ ദൂരല്ലേ, ഞാൻ നടുക്കൂടെ പോവുകയാണ്. അപ്പക്കാട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പാഞ്ഞു വന്നാണ് തല്ലിട്ട്. പിന്നെ ഇവിടെ പിടിക്കണ പോയി. അപ്പൊ ഞാൻ കയ്യുണ്ട് ഇങ്ങനെ പിടിച്ചു. അപ്പൊ കയ്യുമ്പോ കടിച്ചതാണ്. രാവിലെ മരുന്നേക്ക് പോവല്ലേ, പച്ചമരുന്ന് പറിക്കാണ്. ഇന്നലെ ആയി തന്നെ പറിച്ചത്. ഇന്നായിരുന്നു ലേശം ഉണ്ട് പറിക്കാൻ വേണ്ടിട്ട് അതിനെ പോയത് നേരെ കരടിന്റെ അടുത്ത്. 2 കൈകൾക്കും കടിയേറ്റ ശങ്കരനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. ചുങ്കത്തറയിലെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് അഡീഷണൽ യൂണിറ്റും ഡയാലിസിസ് RO പ്ലാന്റും പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. MP ഫണ്ടിൽ നിന്നും ലഭിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൌക്കത്ത് MLA, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, സുസമ മത്തായി, സജന അബ്ദുറഹ്മാൻ, KC സുരേഷ് പാളപ്ര, സോമൻ പാർലി, M പ്രദീപ്, ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ, പാനായി ജേക്കബ്, പറമ്പിൽ ബാവ, P മധു, മെഡിക്കൽ ഓഫീസർ PK ബഹാവുദ്ദീൻ, ഹെഡ് നഴ്സ് ലിസ്സി എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരിനിൽക്കുകയായിരുന്ന ആദിവാസി കുഞ്ഞ് മരിച്ച നിലയിൽ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. പാലക്കയം കോളനിയിലെ അജിത് സൗമ്യ ദമ്പതികളുടെ മകൾ സനോമിയാണ് മരിച്ചത്. 3 വയസ്സായിരുന്നു. കുട്ടിക്ക് പനിയും ഛർദിയുമായതിനാൽ രാവിലെ ഡോക്ടറെ കാണുവാൻ ആശുപത്രിയിൽ എത്തിയതായിരുന്നു ഇവർ. ഊഴമനുസരിച്ച് ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടി മരിച്ചതായി മനസ്സിലാക്കിയത്. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനകളും ചികിത്സകളും നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. ആരോഗ്യമേഖലയിലെ മികവിനുള്ള 2023-24 വർഷത്തിലെ ജില്ലാതല ആർദ്ര കേരളം പുരസ്കാരം മലപ്പുറം ജില്ലയിലെ 3ാം സ്ഥാനത്തിന് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് അർഹരായി. ആരോഗ്യമേഖലയിലെ മികവിനുള്ള 2022-24 വർഷത്തിലെ ജില്ലാതല ആർദ്ര കേരളം പുരസ്കാരം മലപ്പുറം ജില്ലയിലെ 3ാം സ്ഥാനത്തിന് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് അർഹരായി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ തങ്കകൃഷ്ണൻ, MA തോമസ്, റുബീന എന്നിവർ ചേർന്ന് പുരസ്കാരവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവരെ ഭരണസമിതി അഭിനന്ദിച്ചു. നിലമ്പൂർ നഗരസഭ KNG റോഡിനോട് ചേർന്ന് കരിമ്പുഴയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് ദൂരയാത്രക്കാർക്കും മറ്റുമൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ അവരുടെ കുട്ടികളെ മുലയൂട്ടാനും അതുപോലെ തന്നെ അവർക്ക് വിശ്രമ കേന്ദ്രങ്ങളും അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണമെന്നുള്ളത്. ആ പിണറായി സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. ഇനി ഇതിൻ്റെ അടുത്ത പടി എന്നുള്ളത് നമ്മളിത് ടെൻഡറിൽ വെച്ചിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് നൽകി അവരാണ് ഇത് മറ്റുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്കുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പല മുനിസിപ്പാലിറ്റികളും പല പഞ്ചായത്തുകളും നിർമ്മിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമേ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കൊക്കെ ഏറെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് സത്യം. വഴിയാത്രക്കാർക്ക് യാത്രക്കിടയിൽ വിശ്രമിക്കാൻ ഒരിടം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് പദ്ധതി തുടങ്ങിയത്. നിലമ്പൂർ നഗരസഭയും ചുങ്കത്തറ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന കരിമ്പുഴയുടെ തീരത്താണ് കെട്ടിടം നിർമ്മിച്ചത്. കരിമ്പുഴയുടെ ഒരു വശം ടൂറിസം വകുപ്പിന്റെ KTDC ഹോട്ടലാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പുഴയുടെ മറുഭാഗത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രവും സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടും. യാത്രക്കാരുടെ വിശ്രമമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നതിനുള്ള സൗകര്യം, കഫറ്റേരിയ, ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം, ഡോർമെട്രി സൗകര്യം, ശുചിമുറി, മിനി ഹാൾ തുടങ്ങിയവയാണ് കരിമ്പുഴയിലെ കേന്ദ്രത്തിലുള്ളത്. ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ UK ബിന്ദു, PM ബഷീർ, കൌൺസിലർമാരായ M ഗോപാലകൃഷ്ണൻ, ശബരീശൻ പൊറ്റക്കാട്, രവീന്ദ്രൻ കുഞ്ഞുട്ടിമാൻ, MT അഷ്റഫ്, അടുക്കത്ത് സുബേദ, റനീഷ് കുപ്പായി, ഖൈറുനീസ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊന്നാനിയിൽ മയക്കുമരുന്ന് മൊത്തവിതരണക്കാരനെ പോലീസ് പിടികൂടി. ചാവക്കാട് സ്വദേശി ഷാമിലിനെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനിയിൽ കോഴിക്കട കേന്ദ്രീകരിച്ച് MDMA വിതരണം നടത്തിയ ഫൈസൽ എന്ന പ്രതിക്ക് വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ കേസിൽ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ് ഷാമിൽ. നേരത്തെ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഷാമിൽ. 4 തവണ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഷാമിലിനെതിരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ ആക്കുന്നതിനായി നിർദ്ദേശം നൽകുകയായിരുന്നു. ഷാമിൽ ചാവക്കാട്, വടക്കേക്കാട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാനിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് ഷാമിൽ. പൊന്നാനി പോലീസ് സബ് ഇൻസ്പെക്ടർ ബിബിൻ CV, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത്, പ്രശാന്ത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ്, രഞ്ജിത്ത്, വിജേഷ് എന്നിവരും ചാവക്കാട് സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ്, രഞ്ജിത്ത് എന്നിവരും ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
പൊന്നാനി കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പരിശോധനകൾ കർശനമാക്കി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷറഫ് എസ് അറിയിച്ചു. നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയക്കും. ശബരിമല തീർത്ഥാടനത്തിന് അവസരമൊരുക്കി നിലമ്പൂർ KSRTC നിലമ്പൂർ ബജറ്റ് ടൂറിസം സെല്ലിന്റെ കീഴിലാണ് ഈ മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർക്കായിട്ടുള്ള പാക്കേജ് ഒരുക്കിയിട്ടുള്ളത്. നവംബർ 21-നാണ് ആദ്യ യാത്ര. ഉച്ചയ്ക്ക് 2 മണിക്ക് നിലമ്പൂരിൽ നിന്നും ആരംഭിച്ച് ഗുരുവായൂർ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, വൈക്കം, ഏറ്റുമാനൂർ, കടപ്പാട്ടൂർ, എരുമേലി, പമ്പ എന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം ചോറ്റാനിക്കര താമസിച്ച് പിറ്റേ ദിവസം പുലർച്ചെ പുറപ്പെട്ട ഉച്ചയോടെ പമ്പയിലെത്തുകയും ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയോടെ തിരിച്ചു പോരുകയും ചെയ്യുന്നതാണ്. ഒരാൾക്ക് 1310 രൂപയാണ് ബസ് ചാർജ്. ഭക്തർക്ക് നേരിട്ട് പമ്പയിൽ എത്തിച്ചേരാം എന്നതാണ് പ്രധാന സൗകര്യമായി KSRTC ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഗ്രൂപ്പ് ബുക്കിംഗ് സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ബുക്കിംഗിനും വിശദ വിവരങ്ങൾക്കും 9447436967 9188938531 7012968595 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ മാസം പുറപ്പെടുന്ന ഉല്ലാസയാത്രകൾ നവംബർ 2, 9, 23 തീയതികളിൽ നെല്ലിയാമ്പതി, 2, 8 തീയതികളിൽ ഇല്ലിക്കൽ കല്ല്, 7-ന് വാഗമൺ, 8-നും 22-നും മൂന്നാർ, 10-ന് ഗവി കമ്പം, 16-ന് മൈസൂർ, 23-ന് ഹൗസ് ബോട്ട് യാത്ര, 30-ന് കണ്ണൂർ തുടങ്ങിയ പാക്കേജുകളും നടത്തിവരുന്നുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.